ഇതിപ്പം മമ്പറത്ത് ആദ്യമായിട്ടാണ് എൻ്റെ ജന്മനാട്ടിൽ 61 വർഷത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഞാൻ, എൻ്റെ നാട് എൻ്റെ അഭിമാനം. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് മമ്പറത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അതാണ് എൻ്റെ ആഗ്രഹം. കണ്ണൂരിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു VVIP സ്ഥാനാർത്ഥിയായിട്ടാണ് മമ്പറം ദിവാകരൻ മത്സരരംഗത്തുള്ളത്. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലുള്ള 15ാം വാർഡിലാണ് മമ്പറം മത്സരിക്കുന്നത്. ആദ്യം 1987 ആദ്യം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന ഘട്ടത്തിൽ മമ്പറം മത്സരിച്ച ഒരു മേഖല കൂടിയായിരുന്നു വേങ്ങാട് പഞ്ചായത്ത്. അദ്ദേഹത്തിൻ്റെ ജന്മനാട് അതൊക്കെ ഉൾപ്പെടുന്ന മേഖല. ഇപ്പം ശ്രീ മമ്പറം ദിവാകരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ദിവാകരട്ടെ, ഇതിപ്പോൾ പഞ്ചായത്തിലേക്ക് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണെന്നാണ് പറഞ്ഞത് അല്ലേ? പഞ്ചായത്തിൽ രണ്ടാമത് തവണയാണ് മത്സരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ 2 തവണ, പിന്നെ ജില്ലാ പഞ്ചായത്തിൽ ഇരിക്കൂറിൽ ഒരിക്കൽ മത്സരിച്ച് വിജയിച്ചു 95 ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത്. പിന്നെ നിയമസഭയിൽ 16 11 മത്സരിച്ചു. 2 തവണ പിണറായി വിജയനെതിരായിട്ടും KK നാരായണനെതിരെയും മത്സരിച്ചു. ഇതിപ്പം മമ്പറത്ത് ആദ്യമായിട്ടാണ് എൻ്റെ ജന്മനാട്ടിൽ 61 വർഷത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഞാൻ, എൻ്റെ നാട് എൻ്റെ അഭിമാനം. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് മമ്പറത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി മത്സരിക്കുന്നത്. വളരെ അവിചാരിതമായിട്ടാണ് ദിവാകരേട്ടൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്, ഈ സ്ഥാനാർത്ഥിത്വം വരുന്നത് അല്ലേ? ഞാൻ ഇന്ന് രാവിലെ 9 മണിക്കാണ് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് എന്നെ വിളിച്ച് പറയുന്നത് ഇവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതുപോലെ സുധാകരനും K സുധാകരനും അല്ല, അതുപോലെ നേതാക്കന്മാരെല്ലാവരും വിളിച്ചു മത്സരിക്കുന്നതിന്. അവരെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. നാട്ടിലെ എല്ലാ ജനങ്ങളും എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യമേ മത്സരിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ വാർഡ് കമ്മിറ്റിയിൽ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായി. അപ്പോൾ ഇന്ന് എന്നെ പ്രഖ്യാപിച്ചു. വേങ്ങാട് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ദിവാകരേട്ടൻ മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ UDFനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരു വലിയ പ്രതീക്ഷ ഉണ്ടാവുക. ഈ പഞ്ചായത്ത് കുറേ കാലമായി CPMൻ്റെ കൈപ്പിടിയിലാണ്. മമ്പറം വാർഡ് ഒഴിച്ച്, അല്ല മമ്പറത്ത് ചില വാർഡുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം CPMൻ്റെ അധീനതയിലുള്ള വാർഡുകളാണ്. ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾക്കെല്ലാം UDFനോട് വലിയ പ്രതീക്ഷയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനോട് പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ, ഈ അമ്പലം വിഷയം, വിശ്വാസികളെ സംബന്ധിച്ച പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിന് UDFനുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ പഞ്ചായത്തിൽ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുയായികളുടെ ഇടയിൽ തന്നെ ഒരു വലിയ മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പഞ്ചായത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള നേതൃത്വത്തിൻ്റെ കണക്കൂട്ടൽ കൊണ്ടാണ് ഞാനിവിടെ എന്നെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത്. ഇതിനകത്ത് ഇപ്പം പ്രചരണ രംഗം എങ്ങനെയാണ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഞാൻ ഈ കഴിഞ്ഞ 61 വർഷമായല്ലോ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ വീടുകളും എനിക്കറിയാം. ഈ നിയോജക മണ്ഡലത്തിൽ ഓരോ മുക്കും മൂലയിൽ അറിയുന്നതാണ്. ഞാൻ പഠിച്ചത് പെല്ലശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്, അതുപോലെ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ് പഠിച്ചത്. അങ്ങനെയുള്ള കാലത്തിൽ 2 തവണ നിയമസഭയിൽ മത്സരിച്ചത് കൊണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ ഏത് ഈച്ച് ആൻഡ് എവരി കോർണർ എനിക്കറിയാം. അതുകൊണ്ട് ജനങ്ങളെ അറിയാം. അത്രമാത്രം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇന്ദിരാഗാന്ധി ആസ്പത്രി, ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ, ഇന്ദിരാഗാന്ധി കോളേജ്, ഇപ്പം മമ്പറത്ത് ഇന്ദിരാഗാന്ധി മെഡിക്കൽ സെൻറ്റർ, ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനവും, ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് അമ്പലം, അല്ല കേളാലൂർ മഹാവിഷ്ണു ക്ഷേത്രം, ഇതെല്ലാം ഈ ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിൽ എല്ലാ ജനങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. പിന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു വലിയ സുഹൃത്ത് ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ പ്രതീക്ഷയാണ് അല്ലേ? ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതേമാതിരി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ CPMൻ്റെ വോട്ടുകളെ അടർത്തി മാറ്റുന്നതിനൊരു ഘടകമായി മാറും. ഞാൻ ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് എപ്പോൾ ആഗ്രഹിക്കുന്നതാണ്. ഇനിയുള്ള ശിഷ്ടകാലം നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുക, ഒരാളെ ദ്രോഹിക്കരുത്, ഒരാൾക്കും ഒരു മോശം ചെയ്യരുത്, എല്ലാവരെയും സ്നേഹിക്കുക, ഈ നാട്ടിലെ വികസന കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുക. വേങ്ങാടിന് ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവും, നിശ്ചയമായിട്ടൊരു മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ എൻ്റെ പാർട്ടി അതിനെ ചുമതലപ്പെടുത്തിയത്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീ മമ്പറം ദിവാകരനുള്ളത്. കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വീണ്ടും അദ്ദേഹം ഇറങ്ങുകയാണ്. ഇത്തവണ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം തൻ്റെ ജന്മനാട് ഉൾപ്പെടുന്ന വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസിന് അതുപോലെ തന്നെ UDFന് തിരിച്ചു പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹം. ക്യാമറമാൻ രാജേഷ് വടകരയ്ക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.